വലിയൊരു മെസ്സേജ് തരുന്നൊരു പടവും കൂടിയാണ്. അതാണ് എനിക്ക് ആ പടത്തിൽ ഭയങ്കര ഇഷ്ടം. എൻ്റെ ഇത്ര നേരം ഞാൻ എൻ്റെ കാര്യം പറയുന്നത്, വിസ്മയ്ക്ക് ഏതാ ഇഷ്ടം? എനിക്കിപ്പം ഇവിടെ ഒരാൾ പറഞ്ഞില്ലേ മെമ്മറീസ്. ആണോ? മെമ്മറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പൃഥ്വിരാജിന്റെ സിനിമകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന സിനിമ മെമ്മറീസ് ആണ്. അതും ഒരു ത്രില്ലർ മൂവിയാണല്ലോ. ഇതും ഒരു ഐ നോബഡി എന്ന സിനിമയും ഒരു ത്രില്ലർ മൂവിയാണല്ലോ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഈ 2026 ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ ഐ നോബഡി തന്നെയാണ്. ഉറപ്പായിട്ടും അല്ലേ? യെസ്. ഈ മെമ്മറീസ് ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട്? നമ്മൾ അയാളെ ഞാൻ നമ്മൾ ചോദിച്ചു മെമ്മറീസ് ഇഷ്ടമുള്ള കൈ കഴിക്കാവോ? ഞാൻ പറഞ്ഞു കൈ കഴി കൂടുതൽ അയാളും ഞാനും തമ്മില്ല. നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഒരു ടഗ് ഓഫ് വാർ നടത്താം. അയാളും ഞാനും തമ്മിൽ എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് കൈ അടിക്കണം, അതിനുശേഷം മെമ്മറീസ് എന്ന് പറയുമ്പോൾ കൈ. ഏതിനാണ് കൈയുടെ ഒച്ച കൂടുതൽ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോവാണ്. അയാളും ഞാനും തമ്മിൽ ഓ ചേച്ചി സമ്മതിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ രാജുവേട്ടന്റെ ക്രൈം ത്രില്ലേഴ്സിന്റെ ഒരു ഫാൻ ബേസ് കൂടുതലാന്ന് പറയും. ഉറപ്പായിട്ടല്ലേ? ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എപ്പോഴും നമ്മൾ ഇന്റർവ്യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും അതല്ല പൃഥ്വിരാജ് എന്ന ആക്ടറോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴാണെങ്കിലും ത്രില്ലർ സിനിമകളെ പറ്റിയിട്ടും ഈ അയാളും ഞാനും തമ്മിലിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. എപ്പോഴും ഇതേപോലത്തെ പടങ്ങളെ പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ, അറിയാതെ സംസാരിച്ചു പോകുന്നതാണ്. പക്ഷേ വെള്ളിത്തിര ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? വെള്ളിത്തിര എനിക്കിഷ്ടമാണ്. വെള്ളിത്തിരയിലൊരു രാജുവേട്ടൻ, അമർ അക്ബർ ആന്റണിയിലൊരു രാജുവേട്ടൻ, അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിലൊരു രാജുവേട്ടൻ, ഇങ്ങനത്തെ ഹ്യൂമറസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു പൃഥ്വിരാജിന് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു കയ്യടി കേൾക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞങ്ങൾ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സംസാരിച്ചതാ, ഈ പടങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൾട്ടായിട്ടുള്ള കുറെ സിനിമകൾ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? വിസ്മയ്ക്ക് ആ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് ചോക്ലേറ്റിലെ ശ്യാം വേണുഗോപാൽ. അതുപോലെ ബോയ് ഫ്രണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? കിട്ടി അല്ലേ? ഓൾറൈറ്റ്. സോ ഇന്നത്തെ ഈ ഈവനിംഗിൽ വൺസ് അഗൈൻ വി ആർ വെൽക്കമിംഗ് യു ഓൾ ഐ നോബഡി ആന്തം ലോഞ്ചിലേക്ക്. റെഡ് എഫ്എം പ്രസൻസ് ഐ നോബഡി ആന്തം ലോഞ്ചിലേക്ക്. ആൻഡ് ദിസ് മൂവി പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആൻഡ് E4 എക്സ്പെരിമെന്റ്സ് ചേർന്ന് ഒരുക്കുന്ന 2026 വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ആണ്. സോ വിസ്മയ, എന്താണ് ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു പ്രതീക്ഷ? സിനിമയെ പറ്റിയുള്ള പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ, പൃഥ്വിരാജിന്റെ ക്രൈം ത്രില്ലർ ഒരു ആക്ഷൻ സിനിമകൾക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. അപ്പോൾ അതിന്റെ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും ലൈക്ക് ഫസ്റ്റ് ഞാൻ സിനിമ ഷോ ചെയ്യുന്ന ഒരു ആർജിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സിനിമകളും റിലീസാകുമ്പോൾ തൊട്ട് മുന്നേ തന്നെ ഞാൻ റിലീസാവുന്നതിന് മുന്നേ ഞാൻ ട്രെയിലർ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ 9th ഐ നോബഡി റിലീസാവുന്നത്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഐ നോബഡിക്ക് കാത്തിരിക്കുന്നുണ്ട്. എത്ര പേരുണ്ട്? ഉണ്ട്, അവിടെയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ ഇവിടെ കാത്തിരിക്കുന്നുണ്ടല്ലേ? സിനിമയുടെ ക്രൂവിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ ഡയറക്ടർ ആയിക്കോട്ടെ, മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സ് ബിജോയ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര ഒരു ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. ഡെഫിനറ്റ്ലി.